ഫ്രണ്ടിൻ്റെ കൂടെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അവനെ അവിടെ ആക്കിയതിന് ശേഷം കുറേ നേരം വെയിറ്റ് ചെയ്തു. ഏകദേശം 3 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് നേരെ വണ്ടി എടുത്തിറങ്ങി. ആദ്യമേ കണ്ടത് മ്യൂസിയം ആയിരുന്നു. എന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് മ്യൂസിയത്തിലേക്ക് കയറി. ആദ്യം തന്നെ കണ്ടത് കൂടുപോയ വിഷമത്തിരിക്കുന്ന കാക്കയായിരുന്നു. പിന്നെ കുറച്ച് നേരം കാക്കയുടെ വിഷമത്തിൽ പങ്കുചേർന്നതിന് ശേഷം വീണ്ടും കുറേ ദൂരം നടന്നു. സാധാരണ കണ്ടുവരുന്ന ഒരു തിരക്കൊന്നും അധികം മ്യൂസിയത്തിൽ കണ്ടില്ല. പിന്നെ ഒറ്റയ്ക്ക് വന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല, കുറച്ച് കൂടുതൽ ഭംഗി മ്യൂസിയവും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഉള്ളതായിട്ട് തോന്നി. സാധാരണ ദിവസങ്ങളിൽ കണ്ടുവരുന്ന കമിതാക്കളും PSC ഉദ്യോഗാർത്ഥികളെല്ലാം നന്നേ കുറവ്. ചെടികളെല്ലാം ഭംഗിയായി വൃത്തിയാക്കുന്ന ചേട്ടൻ. പിന്നെയും സമയം ബാക്കിയുള്ളതുകൊണ്ട് എന്തായാലും സൂല് കയറാമെന്ന് വിചാരിച്ച് ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പോൾ നല്ല തിരക്ക്. പിന്നെ അകത്ത് കയറി ഓരോരുത്തരെയായിട്ട് നമ്മൾ കാണാൻ തുടങ്ങി. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഹന സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അന്നേരമാണ് സുഹൃത്തും സൂല ജീവനക്കാരനുമായ ജോയിച്ചേട്ടനെ കണ്ടത്. ജോയിച്ചേട്ടനോട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നടന്നു തുടങ്ങി. സൂല അന്തേവാസികൾക്ക് ഫ്രൂട്ട്സുമായിട്ട് പോകുന്ന ഒരു ചേട്ടനെ അന്നേരം കണ്ടു. ട്രിവാൻഡ്രം സൂല ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ് ജോയിച്ചേട്ടൻ. സൂല അന്തേവാസികളുടെ ആരോഗ്യവും അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം പരിശോധിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി. നമ്മൾ പുറമേ നിന്ന് കാണുന്നതിനും അപ്പുറം അവിടുത്തെ ഓരോ ജീവികളുടെയും പരിപാലനത്തിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് വലിയൊരു എഫർട്ട് തന്നെ അവിടുത്തെ ജീവനക്കാരിടുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് പിന്നെയും നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് പുതിയ അതിഥികൾക്ക് വേണ്ടിയിട്ട് കൂടെല്ലാം ഒരുക്കുന്ന കുറേ ചേട്ടന്മാരെ കണ്ടത്. അടുത്ത വരവിൽ അവരെയും കാണാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എക്സാം സെൻറ്ററിലേക്ക് പോയി. അധികം താമസിയാതെ തന്നെ എക്സാം കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നേരെ പാളയം പള്ളിയുടെ മുന്നിലുള്ള ടിയാൻഗോയിൽ പോയി. ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ട് നോക്കിയപ്പോൾ ഗ്രൗണ്ടിൽ അമ്പെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കുട്ടികളെ കണ്ടു. ഇവരെല്ലാം നാളെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ വാങ്ങുന്ന വലിയ ആൾക്കാരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നേരെ ഫുഡിലേക്ക് കടന്നു. ഒരു ബിരിയാണിയും ഒരു ഷവായ് റൈസ് കോംബോ ആയിരുന്നു ഓർഡർ ചെയ്തത്. സ്വാദുള്ള ഭക്ഷണവും നല്ല കാഴ്ചകളുമായപ്പോൾ മനസ്സും വയറും നിറഞ്ഞു. അവരുടെ തന്നെ ടീ ഷോപ്പിൽ നിന്ന് മധുരവും കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.